പോറ്റിയെ കയറ്റിയ പാട്ട് കയറിയങ്ങ് വൈറലായി. നിങ്ങൾ ഓർക്കണം, രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി വിധി മാനിക്കാൻ പറ്റാത്തവർ രാജ്യം വിട്ടു പോകുകയല്ലേ വേണ്ടത്. തീർച്ചയായിട്ടും ആ പരമോന്നത കോടതി ശബരിമലയിൽ സ്ത്രീ പ്രവേശനമാകാമെന്ന് വിധിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. ആചാര സംരക്ഷകരും അയ്യപ്പ ഭക്തന്മാരും അതിലുപരി അതിന് പുറമേയുള്ള വർഗീയ ശക്തികളെല്ലാം ഒത്തുചേർന്ന് നാട് മുഴുവൻ, ശബരിമലയിൽ മാത്രമല്ല നാട് മുഴുവൻ ആചാര സംരക്ഷണ റാലി നടത്തി വൻ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതൊക്കെ ഓരോരുത്തർ ആചാരപരമായ കാര്യങ്ങൾ. സുപ്രീം കോടതി വിധിക്ക് വേലയാണ് തങ്ങളുടെ ആചാരങ്ങൾ വിശ്വസിക്കുന്നവർ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ പോട്ടെ. അപ്പോൾ മതവികാരം വ്രണപ്പെടുന്ന രീതിയിലുള്ള എന്ത് കാര്യങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുന്ന വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു. ഓർക്കുന്നു, BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇരുമണിക്കെട്ടുമായി അവിടെ പോകുന്നു, ഷർട്ട് സ്വയം വലിച്ചു കീറുന്നു, ഇരുമണിക്കെട്ട് താഴെ ഇടുന്നു, പ്രഹസനങ്ങൾ നടത്തുന്നു, പിന്നീട് ഹാൻസ് വെക്കുന്നു. അതൊക്കെ വീഡിയോ പുറത്തു വന്നതാണ്. അതൊക്കെ പോട്ടെ. ഏത് കാര്യത്തിനും വലിയ രീതിയിലുള്ള വർഗീയ വിഷം വാർത്തകൾ വിളിച്ചു പറയുന്ന ഒരാൾ ശശികല ടീച്ചർ. ഇപ്പം ഞാൻ ശശികല ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ഏതോ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നുണ്ട്, അതൊക്കെ അവസാനിപ്പിക്കണമെന്നാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ പച്ചക്ക് വർഗീയത പറയുന്ന കുറേ നേതാക്കൾ നമ്മുടെ സംസ്ഥാനത്ത് ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തുമുണ്ട്, ഭൂരിപക്ഷത്തിൻ്റെ ഭാഗത്തുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എത്രയോ വർഷങ്ങളായി ശബരിമല ഭക്തന്മാർ പാടുന്ന ഒരു അയ്യപ്പ പാട്ട്, ശരണം വിളിപ്പാട്ട്, അത് പാരടി ഗാനമാക്കി ഇവിടെ പാടിയപ്പോൾ അത് എഴുതിയത് ഒരു മുസ്ലിമാണ്, ഒരു ന്യൂനപക്ഷക്കാരനാണ്. ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾക്ക് ആർക്കും കുരുപൊട്ടിയില്ല. ആചാര സംരക്ഷകരൊന്നും അത് അറിഞ്ഞിട്ടില്ല, സാംസ്കാരിക പ്രവർത്തകരത് അറിഞ്ഞിട്ടില്ല, ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി നടന്നവരോ പിന്നെ വലിയ സംഘപരിവാറിൻ്റെ വലിയ വിഷം തുപ്പുന്ന ആൾക്കാരോ അതറിഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് ഒരു ന്യൂനപക്ഷക്കാരനാണ്, അത് പറയാൻ പാടില്ല, അത് അപഹേളിക്കലാണ്, മതവികാരം വ്രണപ്പെടുന്നു എന്നുള്ള യാതൊരു ആക്ഷേപവും ആരും ഉന്നയിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ആ പാട്ടിനെ അങ്ങനെ പറഞ്ഞതുകൊണ്ടോ അങ്ങനെ ആക്കിയത് കൊണ്ടോ ഒന്നുമല്ല. ആ പാട്ടിൽ തെറി വിളിക്കുന്നത് ഇടതുപക്ഷത്തെ ആയതുകൊണ്ട് ഇടതുപക്ഷക്കാരെ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതിനെന്ത് മാർഗ്ഗം ഉപയോഗിച്ചാലും, ക്ഷേത്രം ഉപയോഗിച്ചാലും പള്ളി ഉപയോഗിച്ചാലും പാട്ട് ഉപയോഗിച്ചാലും ആർക്കും ഇവിടെ ഒരു പരാതി ഉണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ ഇവിടെ ആചാര സംരക്ഷണം. ഇവർക്ക് ഹൈന്ദവ സ്നേഹമോ ഹൈന്ദവ ഭക്തി സ്നേഹമോ അയ്യപ്പ സംരക്ഷണമോ ഒന്നുമല്ല. ഇവർക്കൊക്കെ പച്ചയായ പൊളിറ്റിക്സാണ്, രാഷ്ട്രീയമാണ്, അധികാരമാണ്. അവിടെ എത്താൻ വേണ്ടി ഇവരൊക്കെ ഏത് പരിപാടി ഒപ്പിക്കും, ഏത് കാര്യത്തിൻ്റെ ഇവർ പിറകെ പോകും എന്നുള്ളതാണ്. ഇവിടെ ഓരോരുത്തരുടെ ഹിന്ദുവിൻ്റെ സംരക്ഷണമൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇതുപോലൊരു പ്രസിദ്ധമായ ഭക്തന്മാരുടെ പ്രിയപ്പെട്ട പാട്ടിനെ പാരടിയാക്കി മാറ്റി തെരുവിലത് ആരൊക്കെയാണ് പാടി നടന്നത്? എല്ലാ മതവിഭാഗങ്ങളും പാടിക്കാടുന്നു. ലീഗുകാരൊക്കെ എടുത്ത് പാടിക്കാണ്. ലീഗിലെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ പാടി തുള്ളി മതിച്ച് നടന്നപ്പോൾ ആരും അതിനെതിർത്തില്ല. അപ്പോൾ ഇടതുപക്ഷമാണ് അങ്ങനെ ഒരു പാരടി ഉണ്ടാക്കിയെങ്കിൽ ഇവിടെ എന്തായിരിക്കും? അയ്യപ്പനെ അപമാനിച്ചു, ഇവിടെ ആചാരങ്ങൾ ലംഘിച്ചു, മതവികാരം വ്രണപ്പെടുത്തി, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ശ്രീനിവാസൻ സിനിമയിൽ മോഹൻലാലിന് അമേരിക്കയ്ക്ക് പോകാൻ അവസരം കിട്ടിയപ്പോൾ കൂടെ കൊണ്ടുപോകാണ്ട് ശ്രീനിവാസൻ പറഞ്ഞു, നീ എന്നെ അടിച്ചോ, തുപ്പിക്കോ, തല്ലിക്കോ, എന്ത് വേണം ചെയ്തോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല, എനിക്ക് വേദനിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഹിന്ദു സംരക്ഷകരായ ആൾക്കാരുടെ അവസ്ഥ. നിങ്ങൾ ഇടതുപക്ഷത്തിനെതിരെയാണോ പാട്ട് പാടുന്നത്, പാരടി തയ്യാറാക്കുന്നത്? ഇടതുപക്ഷക്കാരെ ആക്ഷേപിക്കാനും കളിയാക്കാനും താഴ്ത്തിക്കെട്ടാനാണോ? നിങ്ങൾ ഏത് പാട്ട് ഉപയോഗിച്ചോ, ഏത് ആചാരത്തെ നിങ്ങൾ ലംഘിച്ചോ, ഏത് രീതിയിൽ കാര്യങ്ങൾ ചെയ്തോ, ഇടതുപക്ഷം തകരുകയല്ലേ? അതിൽ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തേക്കാൾ, ആചാര സംരക്ഷണത്തേക്കാൾ, ഞങ്ങൾക്ക് ശബരിമലയേക്കാൾ വലുത് ഇടതുപക്ഷം തകരണം, കമ്മ്യൂണിസ്റ്റ് തകരണം, പിണറായി തകരണം എന്നാണ്. അത്ര മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ ഇതെന്ന് അയ്യപ്പ ഭക്തന്മാർ മനസ്സിലാക്കുക, സാധാരണക്കാർ മനസ്സിലാക്കുക. ഏതൊരാൾക്കും എന്ത് വിശ്വാസത്തെ എടുത്ത് അമ്മാനമാടാം, ആക്ഷേപിക്കാം, പാരടിയാക്കാം, കളിയാക്കാം, ഒരു കുഴപ്പമില്ല. അത് ഇടതുപക്ഷത്തിനെതിരാണെങ്കിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇടതുപക്ഷത്തിനെതിരാകുമ്പോൾ വരുന്നത് മാത്രമാണ് ഇവരുടെയൊക്കെ ആചാര സംരക്ഷണത്തിൻ്റെ തട്ടിപ്പെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇവരുടെ കപടമായ ഭക്തിയും സ്നേഹവും സാധാ ജനങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയെങ്കിൽ പ്രിയമുള്ളവരെ തിരുത്തുക.